എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഏകദിനം ഇന്നായിരുന്നു. ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഇന്ന് ബൗളിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഒരു മാറ്റവുമായി ആണ് ഇന്ത്യ ഇന്ന് കളത്തിൽ ഇറങ്ങിയത്. സൂപ്പർ താരം ശ്രേയസ് അയ്യർക്ക് പകരം റിങ്കു സിംഗ് ടീമിൽ ഇടം നേടി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് മികച്ച തുടക്കം അല്ല ലഭിച്ചത്. ഓപ്പണർ ഗെയ്ക്വാദ് ഇന്നും തീർത്തും നിരാശപ്പെടുത്തി. 2 ബോളിൽ 4 റൺസ് നേടി താരം പുറത്താവുകയായിരുന്നു. 3-ാം നമ്പരിൽ എത്തിയ തിലക് വർമ്മക്കും യാതൊന്നും തന്നെ ഇന്ത്യൻ ഇന്നിംഗ്സിൽ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ 4-ാം വിക്കറ്റ് പാർട്ണർഷിപ്പിൽ സായി സുദർശനനും ക്യാപ്റ്റൻ രാഹുലും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. 68 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പ് ആണ് ഇരുവരും കൂട്ടിച്ചേർത്തത്. എന്നാൽ 26-ാം ഓവറിൽ വില്യംസ് സായി സുദർശനെ പുറത്താക്കി. 83 പന്തിൽ 62 റൺസ് നേടിയാണ് താരം പുറത്തായത്. പിന്നീട് എത്തിയ മലയാളി താരം സഞ്ജു ഇന്ന് വൻ ഫ്ലോപ്പ് ആയിരുന്നു. 23 പന്തിൽ 12 റൺസ് മാത്രമാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. മറുവശത്ത് ക്യാപ്റ്റൻ രാഹുലിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 33-ാം ഓവറിൽ രാഹുലും പുറത്തായതോടെ ഇന്ത്യ 167 എന്ന നിലയ്ക്ക് തകർന്നടിഞ്ഞു. പിന്നീട് വന്ന റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, മുകേഷ് കുമാർ എന്നിവർ എല്ലാം തന്നെ ഫ്ലോപ്പ് ആയതോടെ ഇന്ത്യ 46 ഓവറിൽ 211 ഓൾ ഔട്ട് ആയി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വപ്നതുല്യ തുടക്കമാണ് ലഭിച്ചത്. ഓപ്പണിംഗിൽ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർ താളം കണ്ടെത്തിയതോടെ ഇന്ത്യ ഒന്ന് പതറി. ഹെൻഡ്രിക്സ്, ടോണി എന്നീ താരങ്ങൾ ഇന്ത്യൻ ബൗളർമാരെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഒരു വിക്കറ്റ് പോലും നേടാതെ ഇന്ത്യൻ ബോളർമാർ ശരിക്കും വിയർത്തു. അങ്ങനെ അവസാനം ഇന്ത്യ രണ്ടാം ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുകയായിരുന്നു. മലയാളി താരം സഞ്ജു ഇന്ന് വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ താരങ്ങൾ എല്ലാം ഇന്ന് ഫ്ലോപ്പായിരുന്നു. അടുത്ത മത്സരത്തിൽ സഞ്ജു തിളങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.